തച്ചന്റെ ദുർമന്ത്രവാദത്തിനിരയായ ചാത്തൻ കഷണങ്ങളായി തെറിച്ചപ്പോ. നിങ്ങൾ കുട്ടിച്ചാത്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ വളർന്ന ഇല്ലം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കാളകാട്ട് ഇല്ലമാണ്. കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുമ്പോൾ വിളിച്ചോതുന്നത് കാളകാട്ട് മന്ത്രവാദി എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടിച്ചാത്തൻ വളർന്ന ആ ഒരു ഇല്ലത്ത് കെട്ടിയാടുന്ന കുട്ടിച്ചാത്തൻ തെയ്യം കാണുവാനാണ് പോകുന്നത്. സമയം രാവിലെ 6:30. നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ പയ്യന്നൂരിലേക്കാണ് ആദ്യം പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനെത്തി നമ്മൾ യാത്ര ആരംഭിച്ചു. നമ്മൾ പയ്യന്നൂരിലെത്തി കേട്ടോ. പയ്യന്നൂരിൽ നിന്നും നമ്മൾ കാളകാട്ടിലത്തേക്ക് നേരിട്ട് ബസ് ഉണ്ടായിരുന്നു, എന്നാലും നമുക്കത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും മാതമംഗലം പോയിട്ട് അവിടെ നിന്നും ബസ് മാറി കയറിയാണ് കാളകാട്ടില്ല എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ പയ്യന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് കയറി നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. കണ്ണൂരിൻ്റെ മനോഹരമായിട്ടുള്ള നാട്ടിൻപുറ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് തെയ്യം കെട്ടിയാടുന്ന കാവുകൾ കാണാം. അങ്ങനെ നമ്മൾ മാതമംഗലം എന്ന സ്ഥലത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കാളകാട്ടില്ലത്തേക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ ബസ് കാളകാട്ടില്ലത്തിൻ്റെ മുൻവശത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ബസ് സ്റ്റോപ്പെല്ലാം ഉണ്ട് കേട്ടോ, തൊട്ട് മുന്നിലായിട്ട് തന്നെ. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ബസ് നിർത്തി നമ്മൾ താഴത്തേക്കൊരു നീണ്ട നടപ്പാത നമുക്ക് കാണാം. ആ നടപ്പാതയ്ക്ക് താഴെയായിട്ടാണ് ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. കാളകാട്ട് ഇല്ലം തറവാട് എന്നൊരു ബോർഡും നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മൾ ഇല്ലത്തിൻ്റെ മുൻവശത്ത് എത്തി കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് കാളകാട്ട് ഇല്ലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഇല്ലമാണിത്. അപ്പോൾ ഇല്ലത്തോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തിയുടെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഇല്ലത്തിൻ്റെ മുൻഭാഗത്തായിട്ട് തന്നെയാണ്, ഇല്ലത്തിൻ്റെ ഉള്ളിലായിട്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. മുൻഭാഗത്തായിട്ട് വലിയ നെൽപ്പാടവും അതുപോലെ തന്നെ നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയായിട്ടൊരു വെള്ളം ഒഴുകുന്ന തോടുമാണുള്ളത്. അപ്പം നടുവിലൂടെ നമുക്ക് നടന്നു പോയിട്ട് തോട് വരെ എത്തുവാനുള്ള നടപ്പാതയെല്ലാം ഉണ്ട്. തെയ്യം കെട്ടിയാടുമ്പോഴേ ഈ ഒരു നടപ്പാതയിലൂടെ തോട് വരെ പോയിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ചയുണ്ട്. ആ ഒരു കാഴ്ച ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടാണ് കുറേയധികം പേര് ഇവിടെ വരുന്നത് കേട്ടോ. പച്ച വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ ചുവന്ന മുഖത്തെഴുത്തും അതുപോലെ തന്നെ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടുള്ള കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ വരവുണ്ടല്ലോ, അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഒരു നടപ്പാതയ്ക്ക് ഇരു സൈഡിലൂടെയും വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ നല്ല പച്ചപ്പുള്ള നെൽപ്പാടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം ജനുവരി മാസമാണ് കേട്ടോ ഇവിടെ തെയ്യം കെട്ടിയാടുന്ന സമയം. പാടത്തിൻ്റെ അക്കരെ നിന്നും ഇല്ലത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. തിരിച്ച് നമ്മൾ ഇല്ലത്തേക്ക് എത്തി കേട്ടോ. തൊട്ട് മുൻപ് കെട്ടിയാടിയ വിഷ്ണുമൂർത്തി തെയ്യം ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെയ്യത്തിന് സമയമാകുമ്പോൾ നിറയെ ആളുകളായിരിക്കും ഇവിടെയെന്ന് നമ്മളോട് ഇവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞു കേട്ടോ. ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. അത്രയ്ക്ക് ആളുകൾ വരുന്നൊരു സ്ഥലമാണിത്. നമ്മളീ കാണുന്നത് പത്തായപ്പുരയാണ് കേട്ടോ. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും അതുപോലെ പൂജാകർമ്മങ്ങളെല്ലാം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. തെയ്യം ഒരുങ്ങാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. തെയ്യത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മുഖത്തെഴുത്തും മറ്റ് അലങ്കാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കാളകാട്ടില്ലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കുടകിൽ നിന്നുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഈ ഒരു തെയ്യത്തിൻ്റെ സമയത്ത് കുടകിൽ നിന്നുള്ള ആളുകൾ എത്തുകയും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടേതായ കുറേ ചടങ്ങുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴിയിലെല്ലാം അവരുടെ വാഹനങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങൾ നമ്മൾ നിറയെ കണ്ടിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ കാവുകളിൽ എല്ലാം കാണുന്ന വെളിച്ചപ്പാട് പോലെ ഇവർ തുള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരുമായിട്ടുള്ള ഐതിഹ്യം എന്ത് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ നമ്മൾ മറ്റുള്ള കാവുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചാനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ വയലിൻ്റെ അക്കരെ പോയിട്ട് അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇല്ലത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടകിൽ നിന്നുള്ള ആളുകൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് തെയ്യത്തിന് പോയാൽ ചെണ്ടയാണ് കാണാറുള്ളത് വാദ്യോപകരണമായിട്ട്. എന്നാൽ ഇവർ തകില് പോലുള്ളൊരു സംഗതിയാണ് കേട്ടോ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തെയ്യം പുറത്തിറങ്ങാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ആളുകളുണ്ട് കാണുവാനായിട്ട്. കാളകാട്ടില്ലത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും കേരള മഹാത്മ്യം എന്ന പുസ്തകത്തിലെ മാന്ത്രിക നയനം എന്ന അധ്യായത്തിൽ ഇല്ലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പരശുരാമൻ കാളകാട്ടില്ലത്തെ നമ്പൂതിരിയെ തമിഴ്നാട്ടിലെ കുംഭകോണത്തു നിന്നും കൊണ്ടുവന്നതാണെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ച 7 ഇല്ലങ്ങളിൽ ഒന്നാണിതെന്നാണ് പറയപ്പെടുന്നത്. കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാളകാട്ടില്ലത്തിൻ്റെ ചരിത്രം.
കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്തപ്പൻ തെയ്യം എന്ന് പറയും. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്നൊരു മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ ഒരു തെയ്യത്തെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കളകാട്ടില്ലം. കളകാട്ടില്ലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുട്ടിച്ചാത്തൻ ദൈവത്തിൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത്. കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യമെന്ന് പറയുന്നത് ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ അവർക്കുണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളകാട്ടെ നമ്പൂതിരിക്ക് ദൈവദത്തമായി കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. അതോടെ ഇല്ലത്തിലെത്തിച്ചേർന്ന കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് ശീലങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല. അനുസരിക്കാതിരുന്ന കുട്ടിച്ചാത്തനെ ഗുരുനാഥൻ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. കുട്ടിച്ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാളകാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന കുട്ടിച്ചാത്തൻ കാളയുടെ തലയർത്ത് ചോര കുടിച്ചു. ഇത് കണ്ട കാളകാട്ട് നമ്പൂതിരി ചാത്തനെ ശിക്ഷിച്ചു. ഇത് ഇല്ലത്തമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച് ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷേ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഡം തീർത്ത് വീണ്ടും ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി. 21 ഹോമകുണ്ഡങ്ങളിൽ ഹോമിച്ചു. അനേകം ചാത്തന്മാരുണ്ടായി അഗ്നിനൃത്തം വെച്ചു. ചാത്തൻ കാളകാട്ടില്ലവും സമീപ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിച്ചു വരുവാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ നമ്മുടെ കുട്ടിച്ചാത്തൻ തെയ്യം ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. തെയ്യത്തിന് കെട്ടിയാടുവാനുള്ള സ്ഥലമില്ല കേട്ടോ, അത്രയ്ക്ക് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലെ ആളുകളെയെല്ലാം ഇവർ മുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തെയ്യം ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് നിറയെ ആളുകൾ വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. തെയ്യം കെട്ടിയാടുമ്പോൾ ഇല്ലത്തിൻ്റെ മുൻവശത്ത് നിന്ന് തെയ്യം കെട്ടിയാടുകയും ഇല്ലത്തിന് സമീപത്തായുള്ള പന്തലിൻ്റെ സൈഡിലായിട്ട് കുടകിൽ നിന്നുള്ള ആളുകൾ തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇവർ വാളെല്ലാം എടുത്തുകൊണ്ടാണ് കേട്ടോ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം തെയ്യം തന്നെ അരികിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് തെയ്യവും അതുപോലെ മുൻവശത്തായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു രംഗമാണ് കേട്ടോ. ഇവർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ തെയ്യം അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നും. അഞ്ചോളം പേരുണ്ട് കേട്ടോ തെയ്യത്തിൻ്റെ കൂടെ ഉറഞ്ഞാടുവാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് വെള്ള വസ്ത്രവും മറ്റു ചിലർ ചുവന്ന വസ്ത്രവുമാണ് ധരിച്ചിരിക്കുന്നത്. കാളകാട്ടില്ല സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. മുകളിലായിട്ട് മലയും തൊട്ട് താഴെയായിട്ട് നോക്കത്താ ദൂരത്ത് പാടവുമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ രണ്ടിലും നടുവിലായിട്ടാണ് ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരു വയലിൻ്റെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെയ്യം വയൽക്കരയിലൂടെ തോട്ടിനടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെയ്യം തോട്ടിൻകരയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇത്രയും ആളുകൾ ഈ ഒരു സമയത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമാണ് നമ്മളിപ്പം കാണുന്നത്. ഞാൻ കുറച്ച് അകലെ നിന്നാണ് വീഡിയോസ് എടുക്കുന്നത്. രണ്ടുപേരുടെ കൈപിടിച്ചുകൊണ്ട് വയൽക്കരയിലൂടെ നടന്നു വരുന്ന തെയ്യത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ. പച്ചപ്പിനിടയിലൂടെ ചുവന്ന പട്ടുടുത്ത് മുഖത്തെഴുതിയ ആ ഒരു തെയ്യത്തിൻ്റെ കാഴ്ചയാണ്. ഇതാണ് മിക്ക ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും കാത്തിരുന്ന നിമിഷം കേട്ടോ. തിരിച്ച് ഇല്ലത്തെത്തി തെയ്യം. അതിനുശേഷം കുറച്ച് ആചാരങ്ങളും ചടങ്ങുകളും എല്ലായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. തെയ്യം ഇല്ലത്തിൻ്റെ മുൻവശത്തായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. ഇല്ലത്തിൻ്റെ അകത്തേക്കോ തൊട്ടരികിലേക്കോ പ്രവേശിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാളകാട്ട് മന്ത്രവാദി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ലത്തിൻ്റെ മുൻവശത്ത് തെയ്യത്തെ കയറ്റി വിടാതെ തടഞ്ഞുകൊണ്ടാണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നവർ നിൽക്കുന്നത്.
അതിനുശേഷം തെയ്യത്തിൻ്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ടാണ് നമ്മൾ ഈ കാണുന്ന നീണ്ട നിര കേട്ടോ. മലബാറിനെ സംബന്ധിച്ച് തെയ്യം എന്നത് ഒരു ആചാരവും ചടങ്ങും മാത്രമല്ല, പുറമെ നിന്നും ഉള്ളവർക്ക് അത് അങ്ങനെ കാണുവാൻ കഴിയൂ. എന്നാൽ ഇവിടുത്തുകാർക്ക് അങ്ങനെയല്ല. തങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദൈവങ്ങൾ കൺമുൻപിൽ കാണുന്ന സമയമാണ് ഓരോ തെയ്യക്കാലവും. ഭക്തരുടെ സങ്കടം കേട്ട് അനുഗ്രഹം നൽകി കാത്തുരക്ഷിക്കാൻ ഞാനെന്നും കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകി വിടുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ തെയ്യക്കാവുകളിലും കാണാൻ കഴിയുക. അങ്ങനെ നമ്മൾ കാളകാട്ട് കാഴ്ചകളെല്ലാം കണ്ട് തിരിക്കുകയാണ് കേട്ടോ. ഐതിഹ്യങ്ങളും വാമൊഴിയായും നമ്മൾ കേട്ട് പരിചയിച്ച കഥകളിലെ സ്ഥലങ്ങൾ, ആളുകൾ, അടയാളങ്ങൾ എന്നിവയെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ അറിയുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ അവ വെറുമൊരു ഐതിഹ്യമോ കെട്ടുകഥയോ മാത്രമായി നമുക്ക് തോന്നുകയില്ല. പകരം അവർ ജീവിച്ചിരുന്നുവെന്നും അതിനുള്ള തെളിവുകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.